തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകൻ പിടിയിലായത്. സൂരജ് സജി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ ബാലമുരുകനെ എപ്പോഴാണ് ഇനി തിരികെ എത്തിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? തൃശ്ശൂരിലെ വെയ്യൂരിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബാലമുരുകൻ കടന്നു കളഞ്ഞത്. പിന്നീട് 1.5 മാസത്തോളം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വലിയ പരിശോധനയും പലതവണ ബാലമുരുകന് വേണ്ടി പോലീസ് വലവിരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ബാലമുരുകൻ പിടിയിലായിരുന്നില്ല. ഇന്നലെ ഈ തെങ്കാശി ജില്ലയിൽപ്പെടുന്ന ഊത്തുമല എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ബാലമുരുകൻ പോലീസിന്റെ പിടിയിലായത്. ഈ വാഹനത്തിൽ വരികയായിരുന്നു ബാലമുരുകൻ. ഈ ബാലമുരുകനെ തിരിച്ചറിയുകയും പോലീസ് തിരിച്ചറിയുകയും പിന്നീട് കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ബാലമുരുകൻ സ്വന്തം വീട്ടിലേക്ക് ആട് മേയ്ക്കാൻ പോയ ആളുടെ വേഷം മാറി വരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത ബാലമുരുകൻ പിന്നീട് ഒരു കിടങ്ങിൽ വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്നൊക്കെ സാഹസികമായി തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അന്നും പോലീസ് ആകട്ടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വലിയ പോലീസ് വിന്യാസം നടത്തി ഭാര്യയെ കാണാൻ ബാലമുരുകൻ വരുമോ എന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയും ബാലമുരുകൻ എത്തിയില്ല. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ വാഹന പരിശോധനയ്ക്കിടെ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.